ദി ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ മൈക്രോഗ്രീൻസ് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം, അത് എങ്ങനെ കുക്ക് ചെയ്യാം, എങ്ങനെ കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ എങ്ങനെ വിത്ത് പാവാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മളുടെ ഒരു ചെറിയ ചട്ടിയിലേക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചട്ടിയിൽ മാത്രമല്ല കേട്ടോ, ചിരട്ടയിലൊക്കെ വളർത്തിയെടുക്കാം. അതേപോലെ വീടിൻ്റെ അകത്തും വയ്ക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ മണ്ണിലേക്ക് കാൽഷ്യം കുറവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കടല, ഉണക്കലരി, മുതിര, പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ ഇതുപോലെയുള്ള ധാന്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വീടിനകത്തും വളർത്താം. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഒന്നില്ലെങ്കിൽ മണ്ണിൽ വളർത്താം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ സീഡ്സ് ഓരോ ചട്ടിയിലായിട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം സീഡ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൈക്രോഗ്രീൻസ് നമുക്ക് നമ്മളുടെ കിച്ചണിൽ ചെറുതായിട്ടെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വളർത്തിയെടുക്കാം. നമ്മൾ സ്പ്രൗട്ട്സ് എങ്ങനെ ഉണ്ടാക്കുക, ഒരു തുണിയിൽ നനച്ചിട്ട് ഈ ധാന്യങ്ങൾ അതിനകത്ത് ഇടുമ്പോൾ ഇത് സ്പ്രൗട്ട്സ് ആയിട്ട് വരും. അതിൽ നിന്നും ഒരു 5 മുതൽ 10 ദിവസം വരെ വളർച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. അത് തന്നെ 15 to 20 ദിവസമായാൽ ബേബി ഗ്രീൻസ് എന്ന് പറയും. 1 മാസം തൊട്ട് 2 മാസം വരെ ആയിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ അഡൽട്ട് ഗ്രീൻ എന്ന് പറയും, അതായത് ശരിക്കുള്ള ചെടിയായി. അപ്പോൾ ഈ ഒരു ചെടി വളർച്ചയുടെ 4 ഘട്ടങ്ങളിൽ മൈക്രോഗ്രീൻസിനാണ് ഏറ്റവും കൂടുതൽ പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻസും ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിലാണ് എല്ലാ പോഷകങ്ങളും ഈ ചെടി നന്നായിട്ട് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോഗ്രീൻസ് നിന്നും ഏറ്റവും അധികം ആൻറ്റി ഓക്സിഡൻസും പോഷകങ്ങളും നമുക്ക് ലഭിക്കും. മൈക്രോഗ്രീൻസിൽ ഫോളിക് ആസിഡ്, സിങ്ക്, മഗ്നീഷ്യം, അയൺ എന്നിങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള പോഷകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും എല്ലാം ഇത് കഴിക്കാവുന്നതാണ്. മണ്ണില്ലാതെ നമുക്കിത് ട്രേയിൽ ടിഷ്യൂ പേപ്പേഴ്സ് മാത്രം നിരത്തിയിട്ട് വളർത്തിയെടുക്കാം. അത് ഞാൻ വേറൊരു വീഡിയോ ആക്കി ചെയ്യാം. ഇപ്പോൾ ഞാനിത് മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഇത് എന്നും നനച്ച് കൊടുക്കണം. ഞാൻ ഒരു ദിവസത്തിൽ 1 നേരം മാത്രമേ നനച്ചിട്ടുള്ളൂ. സാധാരണ 2-3 നേരം നനയ്ക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ 1 നേരം നനച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളുടെ മൈക്രോഗ്രീൻസ് നമുക്ക് കഴിക്കാൻ പാകത്തിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഇലകളും ഒരു കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിഷ്യൂ പേപ്പറിലാണ് വളർത്തുന്നതെങ്കിൽ ഇതിൻ്റെ വേരടക്കം കഴിക്കാം. കാരണം അതിൽ മണ്ണ് പറ്റുന്നില്ലല്ലോ, വെള്ളത്തിലാണല്ലോ. ഇത് ഉണക്കലരിയുടെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണക്കലരിയുടെ ചെടി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. ഞാനിത് സാധാരണ ചീര വയ്ക്കുന്ന പോലെയാണ് വയ്ക്കുന്നത്. അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് അതിലേക്ക് വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ട് ഇതിട്ടിട്ട് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് മറ്റ് ചീരകൾ ഉണ്ടായിട്ടുണ്ട്, ചുവന്ന ചീരയും പച്ചച്ചീരയും. അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏറ്റവും അവസാനം തേങ്ങയും കൂടെ ഇട്ടിട്ട് നല്ലൊരു തോരനായിട്ടാണ് ഇത് കഴിക്കുന്നത്. ശരിക്കും ഇത് കഴിക്കുന്നത് സാലഡ്സ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് നല്ലത്. എല്ലാ പോഷകങ്ങളും നമ്മളുടെ ശരീരത്തിന് കിട്ടുന്നത് സാലഡ്സ് ആയിട്ട് കഴിക്കുമ്പോഴാണ്. ഇനി അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ ചീരത്തോരൻ പോലെ വെച്ച് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതിനകത്ത് നമുക്ക് കുറേശ്ശെ ഇലകൾ മുറിച്ചിട്ടിട്ട്
അതുപോലെ ചെയ്യാം. ഇനി ഈ വെച്ച ഈ ചീരയും ഇതും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ തന്നെ വെച്ച് കഴിക്കാവുന്നതാണ്. വീട്ടിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് പുഴു വരുമെന്നോ അല്ലെങ്കിൽ കേട് വരുമെന്നോ അങ്ങനെ ഒരു പേടി വേണ്ട. കാരണം ഇത് മുളച്ച് 5-10 ദിവസത്തിൽ തന്നെ നമുക്ക് ഇലകൾ മുറിച്ചെടുത്ത് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇലക്കറികൾ കഴിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചീരയിലൊക്കെ നല്ലോണം വിഷം അടിച്ചിട്ടാണ് വരുന്നത്, അതിന് പകരമായിട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള പോഷകങ്ങളും നമ്മളുടെ ശരീരത്തിന് കിട്ടുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങളുടെ വീട്ടിൽ മൈക്രോ ഗ്രീൻസ് വളർത്തി നോക്കൂ, അതിൻ്റെ പോഷകങ്ങൾ നിങ്ങളെല്ലാവർക്കും കിട്ടട്ടെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് അരച്ചിട്ടൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.